GCC കൺട്രികളിലൊക്കെ നമ്മുടെ വയറ് നിറക്കുന്നത് കുബൂസാണ്, നമുക്കറിയാം. ഇവിടെ ഈജിപ്തിൽ ഐഷാണ് ഇവരുടെ ജീവൻ നിലനിർത്തുന്ന, ഐഷ് നിലനിർത്തുന്ന ഭക്ഷണമാണ് ഐഷ്. ഇതുണ്ടല്ലേ, ഇതാണ് സാധനം, ഈ റൊട്ടി. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു കോഴിമുട്ട, അതുപോലെ ഇങ്ങനെ പല സാധനങ്ങൾ, ഈ സാധനങ്ങളൊക്കെ പാടെ നിറച്ച ഒരു സംഗതിക്ക് ആകെ 18 പൗണ്ട്. നമ്മുടെ നാട്ടിലൊരു 35,000 റുപ്യ. ചെറിയ കാശിന് നന്നായി വയറ് നിറക്കാൻ ഈജിപ്തിലെ എല്ലാ നഗരങ്ങളിലും നമുക്ക് കഴിയും. വളരെ ചുരുങ്ങിയ ചിലവിൽ ഇവിടെ സഞ്ചരിക്കാൻ. അതുപോലെ അതിന് പുറമെ ഇവിടെ അധിക സ്ഥലങ്ങളിലും മക്കാമുകളിലൊക്കെ നല്ല സാഹകളുണ്ട്. നമുക്ക് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷാദുൽ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒക്കെ ഹളറത്തിൽ നമ്മൾ എത്തിയാലേ സുഭിക്ഷമായ ഭക്ഷണം നമുക്ക് അവർ ഫ്രീ ആയിട്ട് നല്ല മുന്തിയ തരം ഭക്ഷണം നമുക്ക് തരും. അൽഹംദുലില്ലാ, പഴയ കൈറോയുടെ അതിർത്തി കവാടം ബാബുൽ നസ്ർ, ബാബുൽ ഫുത്തുഹൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആ ബാബുൽ ഫുത്തുഹിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയത്. ബാബുൽ നസ്റിൻ്റെ ഭാഗത്തൂടെ പോയി ധാരാളം ഇമാമിയങ്ങളെ സിയാറത്ത് ചെയ്തു. അവസാനം മലിയിൽ ഖവാസ് റളിയല്ലാഹുവിനൊക്കെ സിയാറത്ത് ചെയ്തതിൻ്റെ ശേഷം മൈദാൻ ബാബുൽ ഫുത്തുഹ്, ബാബുൽ ഫുത്തുഹ് അതിലൂടെ നമ്മൾ ഇങ്ങോട്ട് കവാടത്തിലേക്ക് പ്രവേശിക്കണം. ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതാണ് കൈറോയിലെ പഴയ കോട്ട, പുരാതന കോട്ട, ഫാത്തിമിയ കോട്ട. ചെറിയ ഒരു അടയാളപ്പെടുത്തൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ ബൗണ്ടറി ഇങ്ങനെ അടയാളപ്പെടുത്തി മനസ്സിലാവും. നമ്മളിത് അപ്പോൾ ഇവിടെ ഉള്ളത് ഈ റോഡിന് ഇങ്ങനെ പോയാൽ ഒരു 10-33 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്ഥലങ്ങളുണ്ട്. അത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പണായി കിടക്കുന്ന മ്യൂസിയമാണിത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഇതിൻ്റെ ഉൾഭാഗത്തുള്ളത്. ഹാക്കിം ഇബ്നു അംരില്ല എന്ന് പറയുന്ന ഭരണാധികാരി അവർ നിർമ്മിച്ചതാണ് ഈ കോട്ട. സുബ്ഹാനല്ലാഹ്, നല്ല കാഴ്ചയാണ്. കോട്ടയാണ്, ഫാത്തിമിയ ഭരണകൂടം നിർമ്മിച്ച കോട്ട. ഖാഹിറത്തുൽ മുഅസ്സാണ്, പിന്നെ ഖാഹിറ എന്ന് ചുരുക്കി പറഞ്ഞു. നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ അങ്ങനെ മനസ്സിലാവും. ഇബ്നു അത്താഇല്ലാ സിക്കന്ദർ റളിയല്ലാഹു അൻഹു, അതുപോലെ തുടങ്ങിയുള്ള മഹാന്മാർ, അതുപോലെ ഇബ്നു തൈമിയൊക്കെ ദർസെടുത്ത സ്ഥലമാണ് ഈ കാണുന്ന മദ്രസത്തുൽ കാമിലിയ. നമ്മളെ ഇവരെ മനസ്സിലായില്ലേ, മജ്മുഅത്ത് സുൽത്താൻ മൻസൂർ കലാവുൻ, അതായത് നമ്മളെ പച്ചക്കുബ്ബ ഉണ്ടാക്കിയ ആൾ, അവരെ ദർഗ ഉള്ളതും കുറേ പള്ളികളൊക്കെ കൂടിയ സ്ഥലമാണ് ഇത്. പിന്നെ ഈ സബീലു വ കിതാബ് നഫീസത്തുൽ ബൈദാറിന് ഒരു മഞ്ചത്തിയ നഫീസ് ഉണ്ടായിരുന്നു. അവരങ്ങനെ രാജാക്കൾ കല്യാണം കഴിക്കും. പിന്നെ അങ്ങനെ അയാൾ മരിച്ചുമ്പോൾ ഒക്കെ കുറച്ച് ഒത്തിട്ടും, പിന്നെ അടുത്ത രാജാവ് കല്യാണം കഴിക്കും. അങ്ങനെ അതാണ്. അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഈ ഹമ്മാം എന്ന് കാണുന്നത് നമ്മൾ ബാത്റൂം എന്നതല്ല, അതായത് നമ്മളെ ബ്യൂട്ടീഷ്യന് വേണ്ടി എന്താ പറയുക, ബ്യൂട്ടി സലൂണൊക്കെ ആയിട്ട് ഉപയോഗിക്കണേ, നമ്മൾ ബ്യൂട്ടി പാർലറല്ലേ, അതാണ് സംഭവം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. മസ്ജിദുൽ ഫഖഹാനി, പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ ഇവിടെയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അവരൊക്കെ പഠിപ്പിച്ച സ്ഥലമാണ് ഇവിടെ ഈ ഏരിയ. ഇങ്ങനെ ഇതുവരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങനെ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നീങ്ങാണ്. അല്ലാഹു തആല ഇതൊക്കെ ഖബൂലാക്കട്ടെ. ഒക്കെ വന്ന് കാണാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് അല്ലാഹു തആല വഴി എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ശരിക്ക് ഇതിലെ ഈജിപ്തിലൂടെ ഇങ്ങനെ, ഈജിപ്തിൽ പ്രത്യേകിച്ച് കൈറോയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ, ഇത് മാലി ഇമാമിൻ്റെ ഖബർ, ഇത് പിന്നെ സുബ്ഹി ഇമാമിൻ്റെ ഖബർ,
അപ്പുറത്ത് ഇങ്ങനെ ഓരോ മഹാന്മാരെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഏതൊരു വലിയ ലൈബ്രറിയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ, വലിയ കുത്തുബഖാനയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ. കാരണം കുത്തുബഖാനകളെല്ലാം അങ്ങനെ ഉണ്ടാകുക, ഇത് ഇന്ന ഇമാമിൻ്റെ കിതാബ്, ഇത് ഇന്ന ഇമാമിൻ്റെ കിതാബ് എന്നതുപോലെ ശരിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന ജീവിതത്തിലൊരു അനർഘ നിമിഷമാണ് ഇത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.